ഹായ് ലേണേഴ്സ്, എവർക്കും നമസ്കാരം. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ലളിത മലയാളം 5 ക്വസ്റ്റ്യൻ സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരീക്ഷ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി വെറും 46 ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കായിട്ട് നമ്മുടെ മുൻപിലുള്ളൂ. ജൂൺ 18-നായിരിക്കും പരീക്ഷ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ ക്ലാസ്സുകൾ ഇതിന് പാരലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ആയിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ലഭിക്കുക. അപ്പൊ ആരെങ്കിലും ഇതുവരെ ആ ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ ആഡ് ആയിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചാനലിന്റെ ലിങ്കും ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ചേരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ കൃത്യമായി പഠനം നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ കഴിഞ്ഞ പാട്ടുകളിലെ പോലെ 5 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നും നാം എത്തിയിരിക്കുന്നത്. 5 ചോദ്യങ്ങളും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അവയുടെ എക്സ്പ്ലനേഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 5 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങളുടെ ശരിയായി എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും കൃത്യമായിട്ട് കമന്റ് ചെയ്യുമല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരം സർവാധികാരനായിരിക്കെ ഉദ്യോഗത്തിൽ നിന്ന് പിരിയേണ്ടി വന്ന സാഹചര്യത്തിൽ മലയാള ഭാഷാ ചരിത്രം രചിച്ചത് ആരെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളഞ്ഞു മൂക്ക് പിടിച്ച രീതിയിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. മലയാള ഭാഷാ ചരിത്രം രചിച്ചത് ആരെ എന്നുള്ള ചോദ്യമേ വേണ്ടൂ. പക്ഷെ ചോദ്യം എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരം സർവാധികാരനായിരിക്കെ ഉദ്യോഗത്തിൽ നിന്ന് പിരിയേണ്ടി വന്ന സാഹചര്യത്തിൽ മലയാള ഭാഷാ ചരിത്രം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മലയാള ഭാഷാ ചരിത്രം രചിച്ചത് ആര്? AR രാജരാജവർമ്മ, ഉള്ളൂർ, S ഗുപ്തൻ നായർ, P ഗോവിന്ദപിള്ള. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മലയാള ഭാഷ ചരിത്രം രചിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്കറിയാം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്ന കൃതിയാണ് മലയാള ഭാഷാ ചരിത്രം എന്നുള്ളത്. അത് രചിച്ചിരിക്കുന്നത് ആരാണ്? P ഗോവിന്ദപിള്ളയാണ്. അപ്പൊ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരം സർവാധികാരനായിരുന്നു P ഗോവിന്ദപിള്ള എന്നും ഉദ്യോഗത്തിൽ നിന്ന് പിരിയേണ്ടി വന്ന സാഹചര്യത്തിലാണ് മലയാള ഭാഷാ ചരിത്രം രചിച്ചത് എന്നുള്ള കാര്യം കൂടി ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1881-ലാണ് മലയാള ഭാഷാ ചരിത്രം എന്നുള്ള സാഹിത്യ ചരിത്ര ഗ്രന്ഥം P ഗോവിന്ദപിള്ള രചിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. മലയാള ഭാഷാ ചരിത്രത്തെ കുറിച്ചിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായി നോക്കാം. മലയാള ഭാഷാ ചരിത്രം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ്. രചിച്ചിരിക്കുന്നത് P ഗോവിന്ദപിള്ളയാണ്. 1881-ലാണ് ഈ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകൃതമാകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 2 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച ഈ ഭാഷാ സാഹിത്യ ചരിത്രം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ്. 1896-ൽ MC നാരായണപിള്ള പരിഷ്കരിച്ച കൃതിയുടെ കോപ്പി വഞ്ചിയൂർ ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയിലാണ് നിലവിലുള്ളത്. ഭാഷാ ഗ്രന്ഥ സമുച്ചയ ചരിത്രം എന്നാണ് ഈ കൃതിക്ക് ആദ്യം നൽകിയിരുന്ന പേര്. അപ്പൊ അത് ശ്രദ്ധിക്കണം. മലയാള ഭാഷാ ചരിത്രം P ഗോവിന്ദപിള്ളയുടെ ഈ കൃതിക്ക് ആദ്യം നൽകിയിരുന്ന പേര് ഭാഷാ ഗ്രന്ഥ സമുച്ചയ ചരിത്രം എന്നുള്ളതാണ്. പിന്നീടാണ് മലയാള ഭാഷാ ചരിത്രം എന്ന പേര് മാറ്റി കൊടുത്തത്. നാടോടി സാഹിത്യത്തെ ഗൗരവമായി പരിഗണിക്കുന്ന ആദ്യത്തെ സാഹിത്യ ചരിത്രം എന്നുള്ള വിശേഷണം കൂടി മലയാള ഭാഷാ ചരിത്രത്തിന് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഭാഷാശാസ്ത്രം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ചോദ്യ മേഖലയാണ് ഭാഷാ ഗോത്രങ്ങളും ആ ഗോത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷയും. അതുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. മണിപ്പൂരി ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മണിപ്പൂരി ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ്? ഇന്തോ ആര്യൻ, മുണ്ടി, ചീനോ തിബിത്തൻ, ദ്രാവിഡം. ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മണിപ്പൂരി ഭാഷ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്ഷൻ സി ചീനോ ടിബിറ്റൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സീനോ ടിബിറ്റൻ എന്നും പറയാം. മണിപ്പൂരി ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. സീനോ ടിബിറ്റൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മണിപ്പൂരി ഭാഷ എന്നുള്ളത്. അപ്പൊ എന്താണ് ഭാഷാഗോത്രം? പ്രധാനപ്പെട്ട ഭാഷാഗോത്രങ്ങൾ ഏതൊക്കെയാണ്? അവയിൽ ഉൾക്കൊള്ളുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഭാഷാഗോത്രം, ഭാഷാകുടുംബം, ലാംഗ്വേജ് ഫാമിലി. അപ്പൊ എന്താണ് ഭാഷാഗോത്രം എന്ന് മനസ്സിലായതിനു ശേഷം ഏതൊക്കെ രീതിയിൽ ഭാഷാഗോത്രം ഉണ്ടോ, ഓരോ ഗോത്രത്തിലും ഏതൊക്കെ ഭാഷകൾ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പൊതുവായിട്ടുള്ള ഒരു പൂർവ്വദശ ഉണ്ട്.
ഒരു പൊതുപൂർവിക ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതിനാൽ തന്നെ വ്യക്തമായ പാരമ്പര്യ ബന്ധം പുലർത്തുന്ന ഒരു കൂട്ടം ഭാഷകളെയാണ് ഒരു ഭാഷാഗോത്രം അഥവാ ഒരു ഭാഷാ കുടുംബം എന്ന് പറയുന്നത്. പൂർവിക ഭാഷയെ ആ ഗോത്രത്തിന്റെ പ്രോട്ടോ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു പൂർവികമായിട്ടുള്ള ഒരു ഭാഷ, ആ ഭാഷയിൽ നിന്ന് കാലക്രമേണ, അതായത് കാലാന്തരത്തിലെ ഒരുപാട് ഭാഷകൾ വേർപിരിഞ്ഞു പോയിട്ട് സ്വതന്ത്ര ഭാഷകളാകുന്നു. അപ്പൊ ഈ ഭാഷകൾക്കൊക്കെ പൂർവമായിട്ട് ഒരു ദശയുണ്ട്. അതായത് ഇതെല്ലാം ഉത്ഭവിച്ചത്, ഇതിന്റെ എല്ലാം മൂലരൂപം ഒരു ഭാഷയാണ്. ആ ഭാഷയാണ് നമ്മൾ പ്രോട്ടോ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടോ ലാംഗ്വേജ് എന്ന് പറയുന്ന, അതായത് പൂർവിക ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ ഭാഷകളും തമ്മിൽ പല കാരണങ്ങളാൽ എന്താണ്, ഇപ്പോ പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവ തമ്മിൽ പരസ്പരമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാരസ്പരിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ അവയെ ഒരു ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പലവട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഒരു ഭാഷാഗോത്രം നിർണ്ണയിക്കുന്നത് എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് നോട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രം. ഇനി ഒരു ഭാഷയുമായിട്ടും ബന്ധമില്ലാത്തതും അല്ലെങ്കിൽ ബന്ധം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരു ഭാഷാഗോത്രത്തിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഭാഷകളെയാണ് നമ്മൾ ഐസൊലേറ്റ് ലാംഗ്വേജ് ഐസൊലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പ്രോട്ടോ ലാംഗ്വേജിൽ നിന്ന്, ഒരു പൂർവികമായിട്ടുള്ള ഒരു ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഭാഷകളെല്ലാം കൂടി ഒരു ഭാഷാഗോത്രം രൂപപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലെ ഒരു ഭാഷയും മറ്റൊരു ഭാഷയുമായിട്ട് ബന്ധം കണ്ടെത്താൻ പറ്റാതെ ഒരു ഭാഷ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഭാഷകളെയാണ് ഐസൊലേറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഐസൊലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഭാഷാഗോത്രം, ലാംഗ്വേജ് ഫാമിലി, ഭാഷാ കുടുംബം എന്നുള്ളത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി പ്രധാനപ്പെട്ട ഭാഷാഗോത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഭാഷാഗോത്രങ്ങൾ: ഇൻഡോ യൂറോപ്യൻ ഗോത്രം, സെമറ്റിക് ഗോത്രം, ഹാമറ്റിക് ഗോത്രം, തെക്കുകിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം, യൂറൽ അൽറ്റൈറ്റ് ഗോത്രം, ആസ്റ്റ് ഗോത്രം, ഭാണ്ടു ഗോത്രം, ദ്രാവിഡ ഗോത്രം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഭാഷാഗോത്രങ്ങളിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഗോത്രങ്ങളെ പറ്റിയിട്ടാണ്, അവരുടെ പേരുകളാണ് പറഞ്ഞത്. ഇനി ഓരോ ഗോത്രങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ ഗോത്രങ്ങളിലും ഓരോ ഭാഷകൾ, വിവിധങ്ങളായിട്ടുള്ള ഭാഷകളും ഉൾപ്പെടുന്നുണ്ട്. ആ ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എക്സാമിന് നമുക്ക് ചോദ്യം വരിക. അത് നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം. ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിന്റെ എല്ലാ സവിശേഷതകളും അതിൽ ഉൾക്കൊള്ളുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോട്ടിൽ നമ്മൾ വിസ്തരിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഓരോ ഭാഷാ ഗോത്രങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ നെറ്റ് സിലബസിലെ നിരൂപണം എന്നുള്ള ഭാഗത്ത് മലയാള സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ കവിത പഠിക്കുന്ന സമയത്ത്, നമ്മൾ കാൽപ്പനിക കവിത, ആധുനിക കവിത പഠിക്കുന്നുണ്ടല്ലോ, കവിത പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കവികളെ മുൻനിർത്തി വന്നിട്ടുള്ള പഠനങ്ങൾ ഏതൊക്കെയാണ്, അത് ആരാണ് എഴുതിയത് എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തൊട്ട് മുമ്പ് നടന്ന നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണ് എങ്കിൽ 13-ലധികം ചോദ്യങ്ങൾ കൃതിയുടെ പേര് തന്നിട്ട് ആരെഴുതി എന്ന പാറ്റേണിൽ ഉള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ആശാൻ നിഴലും വെളിച്ചവും ആരുടെ കൃതി? ആശാൻ നിഴലും വെളിച്ചവും ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ അഴീക്കോട്, ഓപ്ഷൻ ബി തായാട്ട് ശങ്കരൻ, ഓപ്ഷൻ സി APP നമ്പൂതിരി, ഓപ്ഷൻ ഡി നിത്യചൈതന്യ. ആശാൻ നിഴലും വെളിച്ചവും ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി APP നമ്പൂതിരിയുടെ കൃതിയാണ് ആശാൻ നിഴലും വെളിച്ചവും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുമാരനാശാനെയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെയും മുൻനിർത്തി വന്നിട്ടുള്ള പഠന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നും അവ രചിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും മാച്ച് ദി ഫോളോയിങ് ആയിട്ടും നമ്മൾ ചോദ്യത്തിൽ കണ്ടതുപോലെ ഒറ്റ ചോദ്യങ്ങളായിട്ടും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഹാകവി കുമാരനാശാൻ CO കേശവൻ, ആശാൻ കവിത ഒരു പഠനം ജോസഫ് മുണ്ടശ്ശേരി, കാവ്യകല കുമാരനാശാനിലൂടെ PK ബാലകൃഷ്ണൻ, ആശാൻ നവോത്ഥാനത്തിന്റെ ശില്പി തായാട്ട് ശങ്കരൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ആശാൻ നവോത്ഥാനത്തിന്റെ ശില്പി എന്ന ഗ്രന്ഥം തായാട്ട് ശങ്കരന്റേതാണ്. ആശാന്റെ കൃതികളിലെ സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചിട്ട് വിലയിരുത്തുന്ന കൃതിയാണ് തായാട്ട് ശങ്കരന്റെ ആശാൻ നവോത്ഥാനത്തിന്റെ ശില്പി എന്ന് പറയുന്ന കൃതി. സീതയും നിരൂപകന്മാരും തായാട്ട് ശങ്കരൻ, ആശാനും മലയാള സാഹിത്യവും EMS നമ്പൂതിരിപ്പാട്, ആശാനും സ്തുതി ഗായകന്മാരും C നാരായണപിള്ള, ആശാന്റെ സീതാകാവ്യം സുകുമാർ അഴീക്കോടിന്റെ. ഇമ്പോർട്ടന്റ് ആണ്. ആശാന്റെ
സീതാകാവ്യം സുകുമാർ അഴീക്കോട്. മനഃശാസ്ത്രപരമായിട്ട് ആശാന്റെ കഥാപാത്രങ്ങളെ വിലയിരുത്തുന്ന ഒരു കൃതി കൂടിയാണ് ആശാന്റെ സീതാകാവ്യം. ആശാന്റെ ഹൃദയം ഡോക്ടർ PK നാരായണപിള്ള. അറിയപ്പെടാത്ത ആശാൻ ഡോക്ടർ T ഭാസ്കരൻ. അറിയപ്പെടാത്ത ആശാൻ ഡോക്ടർ T ഭാസ്കരൻ. ആശാന്റെ അറിയപ്പെടാത്ത മുഖങ്ങൾ എന്നുള്ളത് ആരുടെ കൃതിയാണ്? G പ്രിയദർശൻ. അപ്പൊ ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പേരിൽ സാമ്യമുള്ള കൃതികൾ നൽകിയിട്ട് ഇവ യഥാക്രമം ആരുടെയൊക്കെ കൃതികളാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യം വരാറുണ്ട്. അറിയപ്പെടാത്ത ആശാൻ ഡോക്ടർ T ഭാസ്കരന്റെയും ആശാന്റെ അറിയപ്പെടാത്ത മുഖങ്ങൾ എന്നുള്ളത് ഡോക്ടർ G പ്രിയദർശന്റെയും കൃതിയാണ്. ആശാന്റെ വിമർശന കല TK രവീന്ദ്രൻ. ആശാൻ സാഹിത്യ പ്രവേശിക G കമലമ്മ. ആശാനും ആധുനിക കേരളവും MK കുമാരൻ. ആശാൻ എന്ന ശില്പി നിത്യചൈതന്യയതി. അതുപോലെ തന്നെ നളിനി എന്ന കാവ്യശില്പവും നിത്യചൈതന്യയതിയുടെ കൃതിയാണ്. നവചക്രവാളം നളിനിയിലും മറ്റും ഡോക്ടർ KM ഡാനിയൽ. വീണപ്പൂവ് കൺമുൻപിൽ ഡോക്ടർ KM ഡാനിയൽ. അപ്പൊ നിത്യചൈതന്യയതിയുടെ 2 കൃതികളുണ്ട്, ആശാൻ എന്ന ശില്പിയും നളിനി എന്ന കാവ്യശില്പവും. നവചക്രവാളം നളിനിയിലും മറ്റും വീണപ്പൂവ് കൺമുൻപിൽ, ഇത് രണ്ടും ഡോക്ടർ KM ഡാനിയലിന്റെ കൃതികളാണ്. വീണപ്പൂവും സഹോദരിമാരും മല്ലിശ്ശേരി കരുണാകരൻ. ആശാന്റെ പണിപ്പുര MM ബഷീർ. കാതികന്റെ പണിപ്പുര ആരുടെ കൃതിയാണ്? MT വാസുദേവൻ നായരുടെ കൃതിയാണ് അല്ലെ. ആശാന്റെ പണിപ്പുര MM ബഷീറിന്റെ കൃതിയാണ്. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് MK സാനുമാഷിന്റെ കൃതിയാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നുള്ളത് ആശാനെ കുറിച്ചിട്ട് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ആശാൻ വിമർശനത്തിന്റെ ആദിരശ്മികൾ മൂർക്കോത്ത് കുമാരൻ. അതിരുകളില്ലാത്ത ആശാൻ കവിത കുര്യാക്കോസ് കുമ്പളക്കുഴി. വീണപ്പൂവിലെ സ്വാത്വിക ഹാസ്യം വേളൂർ കൃഷ്ണൻകുട്ടി. മാംസനിബന്ധമല്ല രാഗം VT ഗോപാലകൃഷ്ണൻ. ആശാന്റെ ഏത് കവിതയിലാണ് മാംസനിബന്ധമല്ല രാഗം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്? ലീലയിലാണ് അല്ലെ. സീതാ കാവ്യ ചർച്ച VV ഗോവിന്ദൻ നായർ. ലീലാകാവ്യം വീണ്ടും പരിശോധിക്കുമ്പോൾ പ്രസന്നരാജൻ. ആശാൻ കവിത രോധവും പ്രതിരോധവും P മീരാക്കുട്ടി. നളിനി വ്യാഖ്യാനം ഡോക്ടർ PV വേലായുധൻ പിള്ള. കുമാരനാശാൻ ജീവിതവും കലയും ദർശനവും K സുരേന്ദ്രൻ. ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ KP അപ്പൻ. സെറ്റിന്റെ പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ ആരുടെ കൃതിയാണ് എന്നുള്ളത്. KP അപ്പന്റെ കൃതിയാണ് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ. വ്യാകരണവുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് 4ാമത്തെ ചോദ്യം. അപ്പൊ പ്രധാനപ്പെട്ട വ്യാകരണ കൃതികളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചോദ്യം നോക്കൂ, ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ A AR രാജരാജവർമ്മ. ഓപ്ഷൻ B ശേഷഗിരി പ്രഭു. ഓപ്ഷൻ C ജോൺ കുന്നപ്പിള്ളി. ഓപ്ഷൻ D K സുകുമാരപിള്ള. ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 4 പേരും മലയാളത്തിൽ വ്യാകരണ കൃതികൾ രചിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവരുടെ കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ C ജോൺ കുന്നപ്പിള്ളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ജോൺ കുന്നപ്പിള്ളിയാണ്. അപ്പൊ പ്രധാനപ്പെട്ട വ്യാകരണ കൃതികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ കൃതികളെ നമുക്ക് സാമാന്യമായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. കേരള പാണ്ഡ്യത്തിനെ കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കേരള പാണ്ഡ്യത്തിന് ശേഷം വന്ന ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണമിത്രം, ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭകം, സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം, വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ മലയാള വ്യാകരണം എന്നീ കൃതികൾ പാരമ്പര്യ രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള വ്യാകരണ കൃതികളാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 4 വ്യാകരണ കൃതികൾ ശേഷഗിരി പ്രഭു വ്യാകരണ മിത്രം, ജോൺ കുന്നപ്പിള്ളി ശബ്ദ സൗഭകം, അതുപോലെ സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം, വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ മലയാള വ്യാകരണം. കേരള പാണ്ഡിനീയത്തിലെ പല കാര്യങ്ങളുടെയും വിമർശനം എന്ന രീതിയിലെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഏതിലെ? ഭാഷാഭൂഷണിയിലെ. അങ്ങനെയാണ് ശേഷഗിരി പ്രഭുവിന്റെ വിമർശനങ്ങൾ വരുന്നത്. പിന്നീട് കേരള പാണിനീയത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിലൂടെ ശേഷഗിരി പ്രഭുവിന്റെ വിമർശനങ്ങൾക്ക് AR രാജരാജവർമ്മ തന്നെ തന്റെ കൃതിയിലൂടെ മറുപടി നൽകുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളെല്ലാം കൂടി വന്ന പുസ്തകമാണ് വ്യാകരണമിത്രം. ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണ കൃതിയാണ് വ്യാകരണമിത്രം. വ്യാകരണമിത്രം 1ാം പതിപ്പ് 1904-ലും പരിഷ്കരിച്ച പതിപ്പ് 1922-ലുമാണ് പ്രസിദ്ധപ്പെടുത്തിയത്. കേരളീയ പാണ്ഡിനീയത്തെ സസൂക്ഷ്മം പഠിക്കുകയും വിശദമായി വിമർശിക്കുകയും വിമർശനങ്ങൾക്ക് കേരള പാണിനിയിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശേഷഗിരി പ്രഭു. അപ്പൊ ശേഷഗിരി പ്രഭുവിന്റെ കേരള പാണിനീയ വിമർശന ഗ്രന്ഥം കൂടിയാണ് ഏത്? വ്യാകരണമിത്രം. കേരള പാണ്ഡ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യാകരണമിത്രത്തിൽ സംസ്കൃത വ്യാകരണത്തിന്റെ രീതിയാണ് പിന്തുടരുന്നത്. വിഷയ നിരൂപണം, ശിക്ഷ, പദകാണ്ഡം, വാക്യകാണ്ഡം, നിരുക്തകാണ്ഡം എന്നിങ്ങനെ 5 ഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിലും അതാതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉപവിഭാഗങ്ങളായി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്.
അടുത്തതായിട്ട് ജോൺ കുന്നപ്പിള്ളിയുടെ ശബ്ദ സൗഭഗം എന്ന കൃതിയെ കുറിച്ച് നോക്കാം. മറ്റ് വ്യാകരണ കൃതികളിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് ജോൺ കുന്നപ്പിള്ളിയുടെ ശബ്ദ സൗഭഗം എന്ന വ്യാകരണ കൃതി. ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരള പാണിനീയത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ജോൺ കുന്നപ്പിള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശബ്ദ സൗഭഗം എന്നുള്ള കൃതി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത കൃതി കൈരളി ശബ്ദാനുശാസനമാണ്. കെ സുകുമാരപിള്ളയുടെ പരമ്പരാഗത വ്യാകരണ സമ്പ്രദായത്തിൽ ആധുനിക ഭാഷാശാസ്ത്രം കലർത്താനുള്ള ഒരു ശ്രമമായിട്ട് വിലയിരുത്താവുന്ന കൃതിയാണ് കെ സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം. മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണ പദ്ധതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. അപ്പൊ മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണ പദ്ധതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വ്യാകരണ കൃതി ഏതാണ് ആ വ്യാകരണ കൃതി? കൈരളി ശബ്ദാനുശാസനമാണ്. കെ സുകുമാരപിള്ളയുടെ കൃതിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വ്യാകരണ രൂപരേഖ ഉണ്ടാക്കാനാണ് ആര് ശ്രമിക്കുന്നത്? കെ സുകുമാരപിള്ള കൈരളി ശബ്ദാനുശാസനത്തിലൂടെ ശ്രമിക്കുന്നത്. അടുത്തത് അഭിനവ മലയാള വ്യാകരണമാണ്. അഭിനവ മലയാള വ്യാകരണം ആരുടെയാണ്? സി വി വാസുദേവ ഭട്ടതിരിയുടെ കൃതിയാണ് അഭിനവ മലയാള വ്യാകരണം. ഭാഷാശാസ്ത്ര കുതികകളുടെ സംതൃപ്തിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യമെന്ന് ഗ്രന്ഥകർത്താവ് വാസുദേവ ഭട്ടതിരി പറയുന്നുണ്ട്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചം വേണ്ടത്ര ഈ കൃതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പരിമിതി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. പല കാര്യങ്ങൾക്കും കേരള പാണിനീയത്തിൽ നിന്ന് വിഭിന്നമായ സമീപനമാണ് സി വി വാസുദേവ ഭട്ടതിരി അഭിനവ മലയാള വ്യാകരണം എന്ന കൃതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാള സാഹിത്യത്തിലെ സാഹിത്യകാരന്മാർക്കെല്ലാം ചില വിശേഷണങ്ങൾ ഉണ്ട് അല്ലെ? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. നെറ്റ് പരീക്ഷയ്ക്കും കണ്ടിട്ടുണ്ട്, അല്ലാതെ ജനറൽ PSC പരീക്ഷകൾക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലെ സാഹിത്യകാരന്മാർക്കുള്ള വിശേഷണങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് 5ാമത്തെ ചോദ്യം. ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ വയലാർ, ഓപ്ഷൻ ബി ഇടപ്പള്ളി, ഓപ്ഷൻ സി രാജലക്ഷ്മി, ഓപ്ഷൻ ഡി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അപ്പൊ ചുള്ളിക്കാട് മാഷാണ് ശുഭിത യൗവനത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എ വയലാർ, ഓപ്ഷൻ ബി ഇടപ്പള്ളി, ഓപ്ഷൻ സി രാജലക്ഷ്മി, ഇവർക്കൊക്കെ ചില വിശേഷണങ്ങളില്ലേ? അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവർക്കുള്ള വിശേഷണങ്ങളുമാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ? നിളയുടെ കഥാകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. അപ്പൊ നിളയുടെ കവി ആരാണ്? നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് നോക്കാട്ടോ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. സരസകവി മൂലൂരാണ്. ആശാൻ ആശയഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാടിൻ എന്നാണ് അല്ലെ നമ്മൾ പറയാറ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. വിഷാദത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ്. വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളിയാണ്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ഉജ്ജ്വല ശബ്ദാടിൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയിട്ടുള്ള M മുകുന്ദനാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. നാളികേരപ്പാകൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആശാനാണ്. മലയാളത്തിന്റെ ഒർഫ്യൂസ് എന്നുള്ള വിശേഷണം ചെങ്ങമ്പുഴയ്ക്കാണ്. ദാർശനിക കവി G ശങ്കരക്കുറുപ്പാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. മാതൃത്വത്തിന്റെ കവി ബാലാമണി അമ്മയാണ്. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് UA ഖാദറാണ്. കേരളത്തിന്റെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വിശേഷണങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ചോദ്യവും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. താങ്ക് യു ലേണേഴ്സ്.